പിടിച്ചതാ അവര് നോട്ടെ. എവിടുക്കട കൊണ്ടവിടെ കിട്ടിയാ നോട്ടെ. ഹായ് മുഫി, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാറേ ഇതാണ്ടാ പുതിയ വിശേഷം. പുതിയ വിശേഷമല്ല, ഒന്നും മിണ്ടാതിരിക്കടി, ഭയങ്കര ബഹളാ. ഞാൻ വീട്ടിലേക്ക് വന്നിക്ക. ഇതിന്റെ മൂന്നാമത്തെ അനിയത്തിലെ രണ്ടാമത്തെ മിസിരി പൊന്ന്. അപ്പൊ ഇത് 40 മോളുടെ. അതിന് വേണ്ടിയിട്ട് ശിശു വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ട്. അവളുടെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലത്തെ ഇവിടെ എല്ലാവരും ഉണ്ട്. അങ്ങനെ കൊച്ചു വിശേഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ ഞായറാഴ്ച ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. പക്ഷെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് പോകണം, കാരണം തിങ്കളാഴ്ച സ്കൂളുണ്ടല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ മിസിരി പൊന്ന്. ഇവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ആങ്ങളൊക്കെ വന്നിട്ട് ഇനി ആങ്ങളുടെ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ, കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബാക്കി വിശേഷം കാണാം. ഇവിടെ കുട്ടിപ്പട്ടങ്ങൾ. ഇത് ഇതാ എൻ്റെ മോളിതാ, ഇത് അനിയത്തിയുടെ മോളിതാ, ഇത് മൂന്നാമത്തെ ഇത് രണ്ടാമത്തെ അനിയത്തിയുടെ മോള് അല്ലേ മോള്. എന്റെ സലമോനെ എവിടെ? സലമോന്. ഇത് എന്റെ മോള്, ഇത് എന്റെ രണ്ടാമത്തെ മോള്, ഇത് എന്റെ മൂന്നാമത്തെ അനിയത്തിയുടെ രണ്ടാമത്തെ മോള്. ഇവിടെ ഐഷു, എവിടെ ഐഷുവിന് എങ്ങനെയുണ്ട്? രസമുണ്ടോ? ക്യൂട്ടായിണ്ട്? ഇത് ഞാൻ മേടിച്ചത് കാണു. നല്ല ഇഷ്ടായോ? രസമുണ്ടോ? ഇതിങ്ങനെ ഐശ്വ എന്റെ ഉണ്ണിക്ക് ഇവിടെ ആൾക്കാർ എന്തൊക്കെ കൊടുന്നിക്കണെന്ന് അറിയാം എനിക്ക്. ഐശ്വ എനിക്ക് ഇഷ്ടായ മോനെ? എനിക്ക് ഇഷ്ടായ? ഇവിടെ ഇങ്ങോട്ടൊക്കെയാ ആരും നോക്കണില്ല. ഐശിപ്പൊന്ന എന്റെ ഉണ്ണിയാ? ഐശ്വ ഇട്ടെടുത്ത ഐശുമാല ഇട്ടെടുത്തേ. ഐശു പൊന്ന അനക്ക് വേണ്ടേ? അനക്കും വേണോ മാല? എന്റെ കുട്ടറ മാല ഇതാ. ഐശ്വ ഇവനെ കിട്ടണ്ടേ? കണ്ട അവൻ എടുക്കുമ്പത്തിന് ഇപ്പം പോവും. എന്തു പറ്റി? കുന്തം എന്തു പറ്റി? എന്തപ്പത്? ഇതാ ഇവിടൊക്കെ പണി നടക്കുകയാണ് കേട്ടോ. പണി അനിയൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ പെൻഡിങ് കിടന്നിരുന്നു. റൂം റെഡിയാക്കാൻ ഉണ്ടായിരുന്നു. റൂം ഓൾറെഡി വേറെ ഇതിലൊക്കെ ഇരുന്നു. അത് 10-20 വർഷം മുന്നേ കയറ്റിയ വീടാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ റൂം പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ആകെ മെസ്സായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ പെയിൻ്റ് അടി കുറച്ച് കഴിഞ്ഞു. ഇനി ഹാളിൽ കുറേ വർക്കുണ്ട്. പിന്നെ അടിയിൽ പിന്നെ കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ വർക്കുണ്ട്. ഇവിടെയൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇട്ട് കേട്ടോ. അവരവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലുള്ള പണി കഴിഞ്ഞതാണ് ഇപ്പോൾ. ഇത് ഇനി കുറച്ചെന്തൊക്കെ പണിയുള്ളൂ. ബാക്കി ഇപ്പോൾ ടൈലിടലും സ്ലാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ കണ്ട നോക്കണില്ല കേട്ടാ. നോക്കട്ടെ, രസം നോക്കട്ടെ. എൻ്റെ ഈ ഫോട്ടോ എങ്ങനെ എടുക്കുക? ഞാൻ വീട് പെയിന്റ് അടിച്ചെടുക്കടാ. ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട്
ഞങ്ങളടുത്തുള്ള ചെറ എന്ന് പറഞ്ഞൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിലേക്കൊന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അനിയത്തിയുടെ അതായത് ഇളയച്ചനും വൈഫും അവളെ നാത്തൂനും ഞാനും അവളെ കുട്ടികളും എൻ്റെ അനിയത്തിയും. എനിക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, പനിയാണ്, അതങ്ങനെ സംസാരിക്കണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയക്ക് പോയിട്ടോ. മീൻ പിടിക്കും. വാടാ എടാ വാ. ഈ ഇറങ്ങും എന്നെ വെള്ളത്തിലേക്ക് ഇടുന്നു ഉറപ്പാ. ഞങ്ങളെ നാട്ടിലത്തെ ചെറയിലേക്ക് വന്നിക്കാണ് കേട്ടോ. കാണിച്ചു തരട്ടെ, ഒന്ന് കാണിച്ചു തരട്ടെ. ഞങ്ങളെ നാട്ടിലത്തെ കുളമാണ്, ഞങ്ങളെ നാട്ടിലത്തെ കുളം. മോനെ അടിപൊളിയല്ലേ, അടിപൊളിയല്ലേ? എല്ലാരും ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ? അവിടെ മീൻ പിടിക്കാൻ മീൻ പിടിക്കണത് കുറച്ച് ആർക്കുള്ള ട്രൗസർ ആ പോലത്തെ. ആ റോഡിന്റെ സ്ഥലം ഇറങ്ങണില്ലേ? സ്ഥല വാവ്, മനോഹരം. നല്ല ആല് കണ്ടോ? ആല് എന്താ കാലക്കെടുത്ത് പൊക്കണേക്ക് കിട്ടുവോ? തടയോ? എന്തേലും തടയോ? കൊത്തുണ്ടോ? ആ പോരട്ടെ. ആ അതിനിപ്പോ ഞാനും ചോദിക്കണേ, ഇപ്പൊ ചാടുന്നുള്ളതൊക്കെ വന്നിക്കണ്. പോയി ഏറിട്ടെടുക്കാൻ. അപ്പൊ നമ്മളിവിടെ ചൂണ്ടലിടാണ്. അപ്പോൾ ഇതൊക്കെ പണ്ടത്തെ ഓരോ ട്രിക്കുകളാണ്. ഏരേനെ പഴയ ഏരേനെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഏരേനെ കയറ്റില്. പക്ഷെ ഇത് വണ്ണം കൂടിയ ഏരല്ല, തീറ്റ കുറവുള്ള ഏരയാണ്. നോക്കട്ടെ ഏരേത്. പണ്ട് നല്ല ഓർമ്മ ഉണ്ട്. അന്റെ ചേച്ചി ഇട്ടത് ബ്ലോഗറാ. അതിനോന്ന് അവൻ കാണാറുണ്ടല്ലോ അല്ലേ? അതൊക്കെ പിടിച്ചതാ അവര്. നോട്ടെ. വാവ്, ഞാടാൻ പോട്ടാ. ഇവിടെ എടുക്കണ്ട്. എങ്ങോട്ട് ഇങ്ങടാ? ആദ്യം കിട്ടട്ടെ. എവിടുക്കട കൊണ്ടവിടെ കിട്ടിയാ? നോട്ടെ, നോക്കട്ടെ എവിടെ കിട്ടി. കാണ്ടി വലിയ മീൻ പിടിച്ചിട്ടുണ്ട്. ആ കിട്ടി കിട്ടി. ഞാൻ പേടിച്ച്. നോട്ടെ, വലുതിട്ടി. പിന്നെന്താ എത്ര കറക്റ്റ് ആയിട്ട് പറയുന്നത്? മീൻ പിടിക്കാൻ പോവാണേ. ഞാൻ പിടിക്കട്ടെ. ചൂണ്ട തരുമോ? എടാ ഈ മീനില്ലേ, ഈ മീനില്ലേ, ഇതൊക്കെ ഞാൻ പിടിച്ചതാണേ. ഇതൊക്കെ ഞാൻ പിടിച്ച മീനാണ്. ഓക്കെ, കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പിടിച്ച മീനാകുന്നു. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വലിയ മീന്. ഇതെങ്ങനെ ഊരിയാ?
അത് കയ്യുമ്പോൾ കൊളത്തുണ്ടട്ടാ. ആദ്യം ഇത് പിടിക്കും, കൊളത്ത് പിടിക്കും. ഞാൻ നല്ല സൈഡിലാ നിക്കണില്ലേ. എടാ നോട്ടെ, അങ്ങോട്ട് പോണ്ടട്ടാ. വല്ലാണ്ട് അങ്ങോട്ട് പോയിരുന്നിട്ടോ. നമ്മളെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഞങ്ങളെ നാട്ടിലത്തെ ചിറ കാണിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അല്ലേ റിൻഷാദെ? എന്റെ വൈഫിന് നമ്മള് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ ചിറ കാണിച്ചത് ഇഷ്ടായാ? അവിടുന്ന് ഇതുവരെ എങ്ങനെ നീന്തരി അവിടെ നിന്നിട്ട് കൈയിട്ടിട്ട് അല്ല എന്നെ പെട്ടത്. സലാ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നനഞ്ഞ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു സല? പറയാ സല. ആ അങ്ങനൊക്കെ പറയുള്ളൂ അല്ലേ. അർജന്റീന ഉണ്ടായിരുന്നോടെ ബാക്കിയുള്ളവരൊക്കെ അത് ഇതിനൊക്കെ പോയി ഇങ്ങനെ പോട്ടെ. ഈ സെക്കൻഡിൽ ഇങ്ങനെ പോട്ടെ. അത് ഗിയറിന് മുകളിൽ അമർത്തി ഇങ്ങനെ കൊണ്ടുപോയി വരുമ്പോഴേ വണ്ടി ഇങ്ങനെ ഇതിനോട് ചാടിച്ചിട്ട് പിന്നെ അങ്ങനെ തന്നെ ഓടിക്കായിട്ടാണ് നിങ്ങൾ വെട്ടിക്ക് വണ്ടി അതാണ് ഞാൻ മറ്റേ കൂടുകാരൊക്കെ അറിയാത്തത്. രാത്രി വണ്ടി പിടിച്ചിട്ടില്ലല്ലോ. എന്താ പറഞ്ഞു മറ്റേ സാധനത്തിന്റെ പേര് പറഞ്ഞു? ഹെഡ്ലൈറ്റ്. പോലീസ് ചായ കുടിക്കാൻ പോയി. ഇങ്ങോട്ട് വെട്ടിക്കല്ലേ ഓടുന്നേരം പോട്ടെ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി വണ്ടിയൊക്കെ ഓടിച്ച് ഇവൻ വന്നതിൻ്റെ ശേഷം അപ്പോൾ ഒന്ന് അന്നത്തെ കുറേ ലൈസൻസ് കിട്ടിയതിന് ശേഷം വണ്ടി ഓടിക്കാൻ അങ്ങനെ വണ്ടി കിട്ടിയില്ല. ഇപ്പോൾ അവൻ വന്നപ്പോഴാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയത്. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് നാട്ടിലേക്ക്, അതായത് എൻ്റെ വീട്ടിലേക്ക് വട്ടുള്ളിക്ക് മാട്ടായിലേക്ക് പോന്നു. അവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം തിങ്കളാഴ്ച പിന്നെ സ്കൂളാണ്, പിറ്റേ ദിവസം സ്കൂളാണ്. അത് കാരണം പിന്നെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരേണ്ടി